ഏറ്റവും സിമ്പിളായിട്ട് കുറഞ്ഞ ചേരുവയിൽ ഇഡ്ഡലി ചെമ്പിൽ ആവി കയറ്റിയെടുത്ത അടിപൊളി ഒരു പലഹാരം തയ്യാറാക്കിയാലോ. അതിനായിട്ട് ഒരു കപ്പ് റവ, അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര, 2-3 ഏലക്കായ, 2 നുള്ളുപ്പ് എല്ലാം കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. പിന്നെ അതേ മിക്സിയുടെ ജാറിലോട്ട് 2 കോഴിമുട്ടയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും 1/4 കപ്പ് പാല് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ഏത് പാല് വേണമെങ്കിലും എടുക്കാം. തേങ്ങാപ്പാലാകുമ്പോൾ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം റവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വരാനായിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയത്ത് നമുക്ക് നെയ്യിൽ കുറച്ച് തേങ്ങക്കൊത്ത് അങ്ങോട്ട് വറുത്തെടുക്കാം കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ വിനാഗിരിയിലോട്ട് ഒരു 2 നുള്ളു സോഡാപ്പൊടിയും കൂടി ചേർത്ത് അതൊന്ന് പതഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ആ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒരു സെക്കൻഡ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇഡ്ഡലി പാത്രത്തിൽ ഇതേപോലെ ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ കിടിലൻ ഒരു പലഹാരം തയ്യാറായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ്. ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ടാറ്റാ ബൈ ബൈ, സീ യു.